ഈശോയിൽ സ്നേഹമുള്ളവരെ, തപസ് കാലത്ത് ഉപവാസത്തെക്കുറിച്ചുള്ള ചിന്തകൾ വളരെ സുന്ദരമാണ്. എല്ലാവരും തന്നെ ഫാസ്റ്റിംഗ് എടുക്കുന്നവരാണ്. അത് ആത്മീയമായ ഒരു കാര്യത്തിന് ആയിട്ട് വേണമെന്നില്ല. ഇപ്പോൾ ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് ഒക്കെ വളരെ ഫേമസാണ്. ശരീരത്തിലെ കലോറി അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 7 മണിക്ക് മുൻപ് സായാഹ്നത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഒരു 9 മണിയാകുമ്പോൾ പിറ്റേന്ന് 9 മണിയാകുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ ഒരു 10-15-16 മണിക്കൂർ, 16 മണിക്കൂർ നീണ്ട ഫാസ്റ്റിങ് അത് ആരോഗ്യത്തിന് നല്ലതാണ്. ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് അത് പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഭാരം കുറയ്ക്കാനും തലച്ചോറിനും ഹാർട്ടിനുമൊക്കെ അത് നല്ലതാണ്. ഇങ്ങനെ അമിതമായ ഭക്ഷണ രീതി അത് നമുക്ക് വലിയ രോഗത്തിന് കാരണമാകും. അത് ബൈബിളിൽ പറയുന്നുണ്ട്. അമിത ഭോജനം അത് ഉദരരോഗത്തിന് കാരണമായിട്ടുണ്ട്. നമ്മളൊരു മിക്സിക്കകത്തേക്ക് ആവശ്യത്തിൽ കൂടുതൽ വസ്തുക്കൾ വെച്ചിട്ട് മിക്സി ഓൺ ചെയ്താൽ ഓണാകില്ല. നമ്മൾ അതിന് പറ്റിയ അത്രയും സാധനങ്ങൾ അതിൽ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ അതെടുത്ത് മാറ്റേണ്ടി വരും, എന്നിട്ട് വേണം മിക്സി ഓൺ ചെയ്താൽ അത് ഓണാകുള്ളൂ. അപ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴും രോഗത്തിന് കാരണമാകും. അപ്പോൾ കൂടുതൽ എപ്പോഴും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി ഫാസ്റ്റിംഗ് എന്നല്ല. അതിൽ ആത്മീയമായ ചിന്തകളൊന്നും ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. അതൊരു ഭൗതികമായ ഒരു ഫിസിക്കൽ ഒരു ഉന്നതിക്ക് വേണ്ടിയിട്ട്, ഒരു നല്ല ശരീരം ഒന്ന് ക്രമപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാ മതങ്ങളിലും ഉണ്ട് ഈ ഫാസ്റ്റിങ്, നമുക്കതറിയാമല്ലോ. അപ്പോൾ ഇത് ആത്മീയമായ കാര്യത്തിന് വേണ്ടി മാത്രമല്ല, ഒരു തരത്തിലത് നല്ലതാണ്. അങ്ങനെയെങ്കിലും ഒന്ന് അമിത ഭക്ഷണം അതൊന്ന് കുറക്കുമല്ലോ, ഇല്ല നമുക്ക് തന്നെ നല്ലതാണ്. അപ്പം നമ്മളൊന്ന് ശരിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളൊന്ന് ശരിയാക്കിയെടുക്കുക. ഇപ്പോൾ സെൽഫ് എസ്റ്റീം എന്നൊരു കാര്യം, സ്വയം ഒരു അഭിമാനം തോന്നണമെങ്കിൽ നല്ല കുടവയറുമായിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അഭിമാനം തോന്നില്ല, നേരെ നോക്കാൻ പറ്റുകയില്ല. ഒരാൾ വെയിറ്റ് നോക്കിയപ്പോൾ ഇങ്ങനെ വയറ് ഇങ്ങനെ ഒട്ടിച്ചു പിടിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, വയറൊട്ടിച്ചു പിടിച്ചാലൊന്നും വെയിറ്റൊന്നും കുറയല. അപ്പോൾ അയാൾ അത് പറഞ്ഞു, ഇല്ലില്ല വെയിറ്റ് അത് കാണാൻ വേണ്ടിയിട്ടാണെന്ന്. താഴേക്ക് നോക്കുമ്പോൾ വെയിറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് വയറൊട്ടിച്ചു പിടിച്ചതെന്ന്. അപ്പോൾ അതൊരു കോമഡിയാണ്. അപ്പോൾ ശരിക്ക് നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു അഭിമാനം തോന്നണ്ടേ. ശരിക്ക് വയറ് നിറഞ്ഞിങ്ങനെ ഒരു ശുശ്രൂഷയൊക്കെ ചെയ്യാൻ പാടാം, ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യാൻ പാടാം. നമുക്ക് കിതപ്പും നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ശരീരം ഒന്ന് ക്രമീകരിച്ചെടുക്കുന്നത് നല്ലതാണ്, നമ്മളൊന്ന് ശരിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആത്മീയമായ ഒരു ചിന്ത മാത്രമല്ല. ഇപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ യോഹന്നാൻ്റെ ശിഷ്യന്മാരാണ് വന്ന് ചോദിക്കുന്നത്. യോഹന്നാൻ്റെ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ നമ്മളൊരു ഗ്രേഡ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അവർ വല്ലവൻ്റെയും കാര്യത്തിൽ എന്തിനാണ് ഇടപെടാൻ പോകുന്നത്? നിങ്ങൾ ഉപവസിച്ചോ, അത് നിങ്ങൾക്ക് നല്ലത്. നിങ്ങളെന്തിനാണ് മറ്റുള്ളവർ ഉപവസിക്കുന്നതിന് നോക്കി നടക്കുന്നത്? ഇപ്പോൾ യോഹന്നാൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ അവർ ആ ലെവലൊന്നും എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഇനി ഞാനിത് മറ്റ് സുവിശേഷങ്ങളിലൊന്ന് ശ്രദ്ധിച്ചു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് ആളുകൾ ചോദിച്ചോ എന്നാണ് പറയാം. അത് ഓക്കെ, അത് ആളുകൾക്കിപ്പോൾ ആത്മീയ തലത്തിൽ ഉപവാസമൊന്നും അത്ര കർക്കശമായിട്ട് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നു, ഫരിസേയർ ഉപവസിക്കുന്നു. യേശുവേ നിൻ്റെ ശിഷ്യന്മാരെന്ത് ഉപവസിക്കുന്നു? ആളുകൾ, ഒരു പൊതുജനം വന്ന് ചോദിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നു. ഇനി ലൂക്കായുടെ സുവിശേഷത്തിൽ ഫരിസേയർ വന്നിട്ടാണ് ചോദിക്കുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇപ്പം ഞാൻ ഉപവസിച്ചാൽ നിനക്ക് അവനവന് നല്ലത്, ഇനി വല്ലവന് ഉപവസിക്കാത്തതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. അതാണ്. അപ്പോൾ ഉപവസിക്കുക എന്നത് സാധാരണ ആത്മീയ തലത്തിൽ കൂടെ വസിക്കുക എന്ന് തന്നെയാണ് ധ്യാനിക്കുക, കൂടെ വസിക്കുക. അപ്പോൾ ഉപവാസ് അതൊരു ഇങ്ങനെ നമ്മുടെ ഒരു സംസ്കൃത ശൈലി അനുസരിച്ചും അതിന് ഉപ പ്ലസ് വാസ് എന്ന് രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ, ഉപ എന്ന കീഴാളൻ, ആശ്രിതൻ എന്നൊരർത്ഥമുണ്ട്. ആശ്രിതൻ, കീഴാളൻ. അപ്പോൾ വാസ് ജീവിക്കുക, വസിക്കുക, അങ്ങനെ അർത്ഥം. അപ്പോൾ കീഴാളനെ പോലെ ആയിരിക്കുക, സേവകനായിരിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരാളുടെ അടുത്ത് താമസിക്കുക, അങ്ങനെയൊക്കെയുള്ള അർത്ഥമുണ്ട്. അപ്പോൾ
മനസ്സും ശരീരവും ഒന്നാകുന്നൊരു പ്രവൃത്തി. അപ്പോൾ അതുകൊണ്ട് സംസ്കൃതത്തിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ശരീരം ഒരു സബ് ഇൻസ്പെക്ടറാണെങ്കിൽ മനസ്സ് ഒരു പ്രധാന ഇൻസ്പെക്ടറാണ്. അപ്പം രണ്ടും കറക്റ്റാകണം. അപ്പോഴാണ് നമുക്ക് ഒരു സന്തോഷം ഉണ്ടാകുക, അല്ലെങ്കിൽ അത് കറക്റ്റായി വരിക. അപ്പം ദൈവവുമായിട്ടുള്ള ബന്ധപ്പെടാനായിട്ടുള്ള മാർഗമായിട്ട് നമ്മൾ പ്രധാനമായിട്ട് അതിനെ കാണുന്നു, ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. സങ്കീർത്തനം 35:13 പറയുന്നത്, എന്നാൽ അവർ രോഗികളായിരുന്നപ്പോൾ ഞാൻ ചാക്കുടുത്ത് ഉപവസിച്ച് ആത്മപീഡനമേറ്റു, ശിരസ് നമിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട്, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ തന്നെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഉപവസിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈശോയോട് ഇവർ വന്ന് ചോദിക്കുമ്പോൾ ഉപവാസത്തിൽ വിജയിച്ചയാളോടാണ് ചോദിക്കുന്നത്. അല്ല, 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് വിജയിച്ചയാൾ, സാത്താന് തിന്മയെ തോൽപ്പിച്ചയാൾ, സാത്താനോട് വർത്തമാനം പറഞ്ഞ് ജയിച്ചയാളോടാണ് ഉപവാസത്തെക്കുറിച്ച് ചോദിക്കുക. അതാണ് ഈശോ അതിന് നല്ല തക്ക മറുപടിയും കൊടുക്കുന്നത്. അപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ ഉപവസിക്കുന്നത് ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എത്രയോ മോശമായ കാര്യമാണ്. ഇന്നത്തെ 1-ാം വായനയിൽ അത് പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു ഫരിസയനും ചുങ്കക്കാരനും അവർ രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയി. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന നീതീകരിക്കപ്പെട്ടു, ഫരിസയൻ്റെ പ്രാർത്ഥന നീതീകരിക്കപ്പെട്ടില്ല. അതിന് കാരണം, അതിൽ കുറേ കാര്യങ്ങൾ അയാൾ വൻപ് പറയുന്ന കൂട്ടത്തിൽ ലൂക്ക 18:12 ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. അപ്പോൾ ഇത് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഉപവസിച്ചിട്ടും ദശാംശം കൊടുത്തിട്ടും അയാൾ നീതീകരിക്കപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ അയാളുടെ ഒരു ക്രെഡിറ്റായിട്ടാണ് അതെടുക്കുന്നത്. അപ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകം 34-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ കേൾക്കുന്നൊരു കാര്യം, പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവനെന്ത് നേടി? അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപവസിക്കുന്നത്? ഇപ്പം ഞങ്ങളൊക്കെ ഭക്ഷണം ഒഴിവാക്കണം. ഞാൻ ഭക്ഷണം ഒഴിവാക്കാറുണ്ട്. അത് പ്രധാനമായിട്ടും ഭക്ഷണം കൂടിപ്പോയത് ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇന്ന് രാവിലെ കഴിച്ചില്ല, ഇന്നലെ ഭക്ഷണം കഴിച്ചത് കൂടിപ്പോയി, അപ്പോൾ അതൊന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഞാൻ ഇങ്ങനെ ഭയങ്കര തിന്മയെ തോപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ചിന്തിച്ചിട്ടൊന്നും അല്ല. എനിക്കെന്നോട് തന്നെ ഒരു അഭിമാനം തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഉപവാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 2-3 കാര്യങ്ങളൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. അപ്പം കാണിക്കാൻ വേണ്ടിയും പറഞ്ഞു നടക്കാൻ വേണ്ടിയിട്ടുമാണോ നമ്മൾ ആത്മീയ മേഖല ഉപവസിക്കുന്നത്? ഞാൻ ഇന്ന് ഉപവാസമാണ് എന്ന് ആളുകളെ കാണിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് മുഖം കഴുകി, ഇല്ല ആരും അറിയരുത്, ആരും അറിയാത്ത വിധത്തിൽ ഉപവസിക്കുക, ഇല്ല മുട്ടിന് നിരങ്ങുന്നത് പോലും നമ്മൾ ആരും അറിയാത്ത വിധത്തിൽ പരിഹാര പ്രവർത്തികൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, കാണിക്കാനും പറഞ്ഞു നടക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഉപവസിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ചെന്നു, ചിലപ്പോൾ സ്വന്തം വീട്ടിൽ തന്നെ ചെല്ലുകയാണ്. ഇപ്പോൾ അമ്മയെ കാണാൻ ചെന്നു, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ മക്കളോ അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു വീട്ടിൽ ചെല്ലുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഉപവാസമാണെന്ന് പറഞ്ഞിട്ട് അവർ തരുന്ന ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അതൊരു മോശമല്ലേ? ഇല്ല, എനിക്ക് ഉപവാസമാണ്, എനിക്കിത് ഇന്നതൊന്നും ഞാൻ കഴിക്കില്ല, അവർക്കാണെങ്കിൽ അതേ ഉണ്ടാവുള്ളൂ, അപ്പോൾ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നോമ്പുകാലമായാലും ഞാൻ മീനൊക്കെ കഴിക്കും, കാരണം എൻ്റെ അമ്മയെ സങ്കടപ്പെടുത്താൻ എനിക്ക് പറ്റുകയില്ല. അപ്പോൾ അച്ഛന്മാർ മീനൊക്കെ കഴിക്കോ, അച്ഛന്മാർ ഇറച്ചിയൊക്കെ കഴിക്കോ? എന്താ കഴിക്കാൻ പാടില്ലേ? നമ്മളത് ധ്യാനിക്കണം. ഇതാണ് ഇന്ന് യോഹന്നാൻ്റെ ശിഷ്യന്മാരാണ് ഈശോയോട് ചോദിക്കുന്നത്. അപ്പോൾ വലിയൊരു കാര്യം ചെയ്തത് കണക്ക് ചിന്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. ഇനി നമ്മുടെ ദൈവം നമ്മളെ ഇങ്ങനെ ഉപവസിപ്പിച്ച് കഷ്ടപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കുന്ന ദൈവമാണോ? നമ്മളെന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടാണോ? എനിക്ക് കല്യാണം നടക്കണം, കുഞ്ഞുണ്ടാകണം, ജോലി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഉപവസിക്കുന്നത്? അത് തരാൻ ഉപവസിക്കണമെന്നൊന്നുമില്ല. കാരണം ദൈവം ഒരു സാഡിസ്റ്റ് അല്ല, നമ്മളെ കഷ്ടപ്പെടുത്തിയിട്ട് അനുഗ്രഹം തരുന്ന ദൈവമല്ല. നീ പട്ടിണി കിടക്ക് എന്നാൽ ഞാൻ നിനക്ക് തരാം, അങ്ങനെ തരുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അപ്പോൾ ദൈവം ഒരു സാഡിസ്റ്റ് അല്ല. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപവസിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈശോ ചെയ്തത് ഈശോയുടെ പരസ്യ ജീവിതം വിജയിക്കാൻ വേണ്ടിയിട്ടാണ്, ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടാണ്, സാത്താനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പലരും ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നതും
ശരീരത്തെ ഒന്ന് മെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ശരീരത്തെയും മനസ്സിനെയും ഒന്ന് മെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ലതാണ്. ആരെയോ കാണിക്കാൻ വേണ്ടിയിട്ടാകരുത്, എന്തോ കിട്ടാൻ വേണ്ടിയിട്ടാകരുത്, ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടും ആകരുത്. ഫാസ്റ്റിങ്ങിൻ്റെ പേരിൽ കുടുംബത്തെ ബുദ്ധിമുട്ടിക്കരുത്, ആരെയും കാണിക്കാൻ വേണ്ടിയാകരുത്, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാകരുത്, ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാകരുത്. നമുക്കതുകൊണ്ട് കൂടെ വസിക്കുക, കർത്താവിൻ്റെ കൂടെ ആയിരിക്കുക എന്നത് കീഴാളനായിരിക്കുക, ദാസനായിരിക്കുക എന്നർത്ഥം ചിന്തിക്കുമ്പോൾ പരിശുദ്ധ മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞില്ലേ? ഇപ്പോൾ എല്ലാം അങ്ങ് പറഞ്ഞാൽ മതി, ഞാൻ കേട്ടോളാം. അങ്ങനെ ഒരു അരൂപിയിലേക്ക് വരാനാണെങ്കിൽ ഉപവാസം നല്ലതാണ്. നമുക്കതുകൊണ്ട് പ്രത്യേകം പരിശ്രമിക്കാം. ഈ തപസ്സുകാലം കുറേ കൂടി നമുക്ക് അനുഗ്രഹമാകട്ടെ. ആമുഖത്തിൽ അച്ഛൻ പറയാൻ ശ്രമിച്ചു, ചിന്തകളിലെ വാക്കുകളിലൊക്കെ നമുക്ക് നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്നൊരു കാര്യം വേണ്ടെന്ന് വെക്കുക. ഇപ്പോൾ ചില ആളുകൾ മദ്യപാനം ഉപേക്ഷിക്കാറുണ്ട്, മധുര ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കാറുണ്ട്. പക്ഷേ ഈസ്റ്ററിൻ്റെ അന്ന് മദ്യം കഴിക്കും. എന്ത് പ്രയോജനം? അതാണ്. അപ്പം അതുകൊണ്ടൊരു കാര്യമില്ല. എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടാകരുത്, ആരെയോ കാണിക്കാൻ വേണ്ടിയിട്ടാകരുത്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാകരുത്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.